എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ഈശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശ്രീമദ് മഹാഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 29. അപ്പോൾ ഭഗവാൻ കപില മഹർഷി അമ്മയായ ദേവഹൂതിക്ക് ഈശ്വരതത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. പുരുഷനാര്, പ്രകൃതി എന്താണ്, എങ്ങനെ ഇവയെ വേറിട്ട് മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞു. അത് മനസ്സിലാക്കാനായിട്ട് അതിനെ രണ്ടും വേറിട്ട് മനസ്സിലാക്കാൻ മനസ്സാണ് അടങ്ങേണ്ടത് എന്ന് പറഞ്ഞു. മനസ്സടങ്ങാനായിട്ടുള്ള സഹായിക്കുന്ന അതിനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട മാർഗം ധ്യാനമാണ്. അഷ്ടാംഗയോഗ പരിശീലനങ്ങളെക്കുറിച്ചൊക്കെ വിശദമാക്കി പറഞ്ഞതിന് ശേഷം അധ്യായം 29 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഭക്തിയോഗത്തിൻ്റെ പ്രാധാന്യം എന്താണ്, യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചാണ് ഈ ഒരു 29ാമത്തെ അധ്യായത്തിൽ അമ്മയ്ക്ക് കപില മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശ്ലോകം 1ഉം 2ഉം ഒരുമിച്ച് ആദ്യം തന്നെ ദേവഹൂതി ഉവാച, അതായത് അമ്മ മകനോട് ഭഗവാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ദേവഹൂതി ഉവാച ലക്ഷണം മഹത് ആദീനാം പ്രകൃതേഃ പുരുഷസ്യ ച സ്വരൂപം ലക്ഷ്യതേ അമീഷാം യേന തത് പാരമാർത്ഥികം യഥാ സാംഖ്യേഷു കഥിതം യത് മൂലം തത് പ്രചക്ഷതേ ഭക്തിയോഗസ്യ മേ മാർഗം ബ്രൂഹി വിസ്തരശഃ പ്രഭോ. ഹേ പ്രഭു, അല്ലയോ കപില ഭഗവാനെ. അമ്മ ചോദിക്കുകയാണ്, ദേവഹൂതി ചോദിക്കുകയാണ്. ലക്ഷണം എന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ. മഹത് ആദീന, മഹത്തത്വം മുതലായവയുടെ, പ്രകൃതി ഭൗതിക പ്രകൃതിയുടെ, പുരുഷസ്യ ച, പുരുഷൻ ജീവാത്മാവിൻ്റെ. അപ്പോൾ പുരുഷനായിട്ടുള്ള ജീവാത്മാവ്, ചലിക്കുന്ന ശക്തിയായ പ്രകൃതി, അതുപോലെ മായയിൽ നിന്നുമുണ്ടായ മഹത്തത്വം മുതലായവ, ഇവയുടെ ലക്ഷണങ്ങൾ യഥാ സാംഖ്യേഷു കഥിതം, എപ്രകാരമാണോ സാംഖ്യശാസ്ത്രത്തിൽ കഥിതം പറഞ്ഞു വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ അവയുടെ സ്വരൂപം. അപ്പോൾ പ്രകൃതിയുടെയും പുരുഷൻ്റെയും ഒക്കെ സ്വരൂപം ലക്ഷ്യതേ അമീഷ, ലക്ഷ്യതേ എന്ന് വെച്ചാൽ വിവരിച്ച് അങ്ങനെക്ക് വിവരിച്ചു. അമ്മ ഭഗവാനോട് പറയാണ്, വിവരിച്ചു തന്നു. യേന തത്ത് പരമാർത്ഥികം, യേന ഇവയുടെ എല്ലാം, തത്ത് അതിനെക്കുറിച്ചുള്ള പാരമാർത്ഥികം എന്ന് വെച്ചാൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം, അതിൻ്റെ ലക്ഷണം, അതിൻ്റെ സ്വരൂപങ്ങൾ, ഇവയെക്കുറിച്ച്. അപ്പോൾ പുരുഷൻ, പ്രകൃതി, പിന്നെ പ്രകൃതിയുടെ തന്നെ മായയുടെ കലർപ്പിൽ നിന്നുണ്ടായ മഹത്തത്വം, അഹങ്കാരം എന്നിങ്ങനെയുള്ള ഇവയുടെയൊക്കെ ലക്ഷണങ്ങൾ, സ്വരൂപം, ഇവയുടെ യഥാർത്ഥ സ്വഭാവം, ഇവയെക്കുറിച്ചൊക്കെ എപ്രകാരമാണോ സാംഖ്യശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അവയുടെ അമീഷാം എന്ന് വെച്ചാൽ അവയുടെ ലക്ഷ്യത, അവയുടെ ലക്ഷണങ്ങൾ, സ്വഭാവം, അവയുടെ സ്വരൂപം, ഇവയെക്കുറിച്ചെല്ലാം അങ്ങ് ലക്ഷ്യത എനിക്ക് വിശദമായി പറഞ്ഞു തന്നു. ഇനി അറിയേണ്ടത്
യത് ഏതൊന്നാണോ മൂലം ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഈ പുരുഷൻ്റെ പ്രകൃതിയുടെ മഹത്തത്വം മുതലായവ മായയിൽ നിന്നും ഉണ്ടായവയുടെ ഇതിൻ്റെയൊക്കെ മൂലമായിരിക്കുന്നത് ഏതൊന്നാണോ തത് പ്രജക്ഷതേ. ഏതാണെന്ന് തത് എന്ന് വെച്ചാൽ അത്, പ്രജക്ഷതേ എന്ന് വെച്ചാൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ മൂലം ഏതായിട്ടാണോ അറിയപ്പെടുന്നത് അത് ഭക്തിയോഗസ്യ, ഭക്തിയോഗമാണ്. ഭക്തിയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ മാർഗം, ഭക്തിയോഗമാകുന്ന ആ മാർഗത്തെക്കുറിച്ച് എനിക്ക് ബ്രൂഹി വിസ്തരശഃ, വിസ്തരിച്ചങ്ങ് പറഞ്ഞു തന്നാലും. ഇപ്പോൾ പുരുഷനാര്, പ്രകൃതി എന്ത്, മായയുടെ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിയാനത്താൽ ആ കലർപ്പിൽ നിന്നുണ്ടായ മഹത്തത്വം, അഹങ്കാരം എന്നിങ്ങനെ കുറിച്ചുള്ളവയുടെയൊക്കെ അതിൻ്റെയൊക്കെ സ്വഭാവം, അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ, ഇതിൻ്റെയൊക്കെ സ്വരൂപം, ഇവയെക്കുറിച്ച് എപ്രകാരമാണോ സാങ്കേശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നു. ഇനി അറിയേണ്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മൂലം എന്താണോ, എന്തിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത്. ഈ അറിവ് ഒരു സാധാരണ ഭൗതിക ജീവിതം, ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന ഒരാൾ ഈശ്വര സാക്ഷാത്കാരത്തിൽ എത്തണമെങ്കിൽ അതിൻ്റെ ബേസ് എവിടെ നിന്നായിരിക്കും? ഭക്തിയിൽ നിന്ന് തന്നെയാണ് അല്ലേ? ഈശ്വരനോടുള്ള ഭക്തി, ആ ഭക്തിയിൽ നിന്ന് തന്നെയാണ് എല്ലാം അവിടേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാകുന്ന ആ ഭക്തിയെക്കുറിച്ച്, ഭക്തിയോഗമാകുന്ന ആ മാർഗത്തെക്കുറിച്ച് അങ്ങെനിക്ക് വിശദമായി പറഞ്ഞു തന്നാലും എന്ന് അമ്മ കപില മഹർഷിയോട് ചോദിക്കുകയാണ്. ചോദ്യം കഴിഞ്ഞിട്ടില്ല. ശ്ലോകം 3. വിരാഗഃ യേന പുരുഷഃ ഭഗവൻ സർവദഃ ഭവേത് ആചക്ഷ്വ ജീവലോകസ്യ വിവിധ മമ സംസൃതിഃ. വിരാഗോ യേന പുരുഷോ ഭഗവാൻ സർവദോ ഭവേത് ആചക്ഷ്വ ജീവലോകസ്യ വിവിധ മമ സംസൃതിഃ. വിരാഗഃ അതായത് വിരക്തനായിരിക്കുക. എന്ന് വെച്ചാൽ ഈ ഒരു ഭക്തി, ഇതുമൂലം പുരുഷ എന്ന് വെച്ചാൽ ഒരു വ്യക്തി, പുരുഷ എന്ന് വെച്ചാൽ ഒരു വ്യക്തി, ഇതെല്ലാം അറിഞ്ഞൊരു വ്യക്തി, ഭഗവൻ. അപ്പോൾ ഇവിടെ ദേവഹൂതി മകനെ വിളിക്കുകയാണ്, അല്ല ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവൻ, അല്ലയോ ഭഗവാനെ, സർവദഃ ഭവേത്. സർവദഃ എന്ന് വെച്ചാൽ എല്ലാം, സമ്പൂർണമായും, ഭവേത് എന്ന് വെച്ചാൽ ഭവിക്കുന്നു. അതായത് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആചക്ഷ്വ എന്ന് വെച്ചാൽ വിവരിച്ചു തന്നാലും, ജീവലോകസ്യ എല്ലാ ജീവന്മാർക്കും വിവിധ പല വിധത്തിലുള്ള സംസൃതി എന്ന് വെച്ചാൽ ജനന മരണം, സംസൃതി എന്ന് വെച്ചാൽ ജനന മരണ ചക്രം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അർത്ഥം കൂട്ടി വായിക്കുമ്പോൾ വരുന്നത് ജീവലോകസ്യ എല്ലാ ജീവന്മാർക്കും പല വിധത്തിലുള്ള കാരണമാണ് ജനന മരണ ചക്രത്തിൽ അകപ്പെട്ടു പോവാൻ. ജനിക്കുക, മരിക്കുക, വീണ്ടും ജനിക്കുക, മരിക്കുക. ഈ ജനന മരണമാകുന്ന ആവർത്തനത്തിൽ പെടാനുള്ള കാരണം എന്തെന്ന് ഏതെന്നാണോ അത്, അതിനെ അറിഞ്ഞ പുരുഷ, ആ വ്യക്തി സർവദഃ സകലതിലും നിന്ന് വിരാഗഃ വിരക്തനായി ഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആചക്ഷ്വ വിശദമായി എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ ആദ്യം ചോദിച്ചത് ഭക്തിയോഗമാകുന്ന ആ മാർഗത്തെക്കുറിച്ച് പറഞ്ഞുതരാം. ഇവിടെ പറയുന്നത് എല്ലാ മനുഷ്യന്മാരും ഈ ജനന മരണമാകുന്ന ആവർത്തന ചക്രത്തിൽ പെട്ടുപോകുന്നതിനെ കുറിച്ച്, അതിൻ്റെ കാരണം എന്ത്, പല വിധത്തിലുള്ള കാരണങ്ങളാണ് അതിന്. ആ കാരണത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സമ്പൂർണനായ വിരക്തനായി മാറുന്നു. അപ്പോൾ ആ അറിവ് തരുന്ന അതിനെക്കുറിച്ചും എനിക്ക് അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തന്നാലും. ഇനി ശ്ലോകം 4. കാലസ്യ ഈശ്വരരൂപസ്യ പരേഷാം ച പരസ്യതേ സ്വരൂപം പദ കുർവന്തി യത് ഹേതോ കുശലം ജനഃ. ഇവിടെ പദ എന്നിട്ട് പറയാണ് കേട്ടോ, ദേവഹൂതി പറയാണ്. പദ എന്ന് വെച്ചാൽ ആശ്ചര്യം തന്നെ, അത്ഭുതം തന്നെ. എന്നിട്ട് പറയാണ് യത് ഹേതോ ഏത് കാരണത്താലാണ് ജനഹ മനുഷ്യര് കുശലം എന്ന് വെച്ചാൽ സത്പ്രവർത്തികൾ കുറുവന്തി ചെയ്യുന്നത്. ആരെ, അതായത് ഏത് കാരണത്താലാ മനുഷ്യൻ സത്കർമ്മങ്ങൾ ചെയ്യുക? ഉള്ളിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും, പക്ഷെ അവിടെയൊക്കെ നമ്മൾ നിയന്ത്രിച്ച് നല്ല പ്രവൃത്തികൾ, സത്പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നതിൻ്റെ മൂല കാരണം എന്തായിരിക്കും? നല്ലതല്ലാത്ത പ്രവൃത്തി ചെയ്യാൻ ചിലപ്പോൾ മനസ്സിൽ തോന്നും, വേറെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ ശരിയല്ലാത്ത പ്രവൃത്തി ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യാണ്. നമ്മളെ സ്വയം വേണ്ട, നിയന്ത്രിക്കണം, അത് പാടില്ല എന്ന് നമ്മൾ സ്വയം കരുതുന്നത് എന്തിനെ ഭയന്നിട്ടായിരിക്കും? കാലം,
അല്ലെ? കർമ്മം തിരിച്ചു കിട്ടും എന്നൊരു പേടിയുണ്ട് അല്ലെ? കർമ്മഫലത്തെ ഭയന്നിട്ട്, കാലത്തെ ഭയന്ന്, കാലം ഈ കണക്കൊരുക്കി തിരിച്ചു തരും എന്ന് ഭയമുള്ളത് കൊണ്ടാ നമ്മൾ സത്പ്രവൃത്തി മാത്രം ചെയ്തു പോവാൻ ശ്രദ്ധിക്കുന്നത്. തിരിച്ചനുഭവിക്കേണ്ടി വരുന്നത് നമുക്കറിയാം. അതാണ് പറയുന്നത്, യത് ഹേതോ, എന്ത് കാരണത്താലാണ് ജനഹ, മനുഷ്യര് കുശലം കുർവന്തി, സത്പ്രവൃത്തികൾ ചെയ്യുന്നത്? എന്തിനെ ഭയന്നിട്ടായിരിക്കും ചെയ്യുന്നത്? കാലസ്യ ഈശ്വര രൂപസ്യ, ഈശ്വര രൂപത്തിലിരിക്കുന്ന ആ കാലസ്വരൂപനെ, കാലമാകുന്ന ആ ഈശ്വരനെ ഭയന്നിട്ട്. ആ ഈശ്വരന്റെ പ്രത്യേകത പരേഷാംച പരസ്യ, എല്ലാത്തിലും ശ്രേഷ്ഠനായിട്ടുള്ള മുഖ്യനായിരിക്കുന്ന ആ ഈശ്വര രൂപത്തിൽ കാലമായിരിക്കുന്ന ആ കാലത്തെ ഭയന്നുകൊണ്ട്, ഏതൊന്നിനെ ഭയന്നാണോ മനുഷ്യൻ സത്പ്രവൃത്തികൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാലസ്വരൂപനായിരിക്കുന്ന തേ, അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ചും എനിക്ക് വിശദമായി പറഞ്ഞു തന്നാലും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ ഭക്തിയോഗത്തിൻ്റെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു തന്നാലും, മനുഷ്യൻ എന്തുകൊണ്ടാണ് ഈ ജനന മരണ ചക്രത്തിൽ അകപ്പെട്ടു പോകുന്നത്, ആ കാരണം അറിഞ്ഞാൽ നമ്മൾ പൂർണ്ണ വിരക്തരാകും. ഈ ഭൗതിക ലോകത്തിനോടുള്ള താല്പര്യം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ, ഈ മമത കാരണമാണ് ഇതിൽ പെട്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് വിരക്തനായി മാറും. അപ്പോൾ അതിനെക്കുറിച്ച് ദയവായി പറഞ്ഞു തന്നാലും. പിന്നെ എല്ലാ മനുഷ്യനും ഏതൊന്നിനെ ഭയന്നിട്ടാണോ സത്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്, അങ്ങനെ ഈശ്വര രൂപത്തിൽ എല്ലാത്തിൻ്റെയും പരമമുഖ്യനായിരിക്കുന്ന ഈശ്വര രൂപത്തിൽ കാലസ്വരൂപനായിരിക്കുന്ന തേ എന്നാണ് വിളിക്കുന്നത്. അതായത് മകനെ, കപില മഹർഷി, അങ്ങനെയാണല്ലോ ഭഗവാൻ, അങ്ങനെയുള്ള അങ്ങയുടെ സ്വരൂപം, ആ സ്വരൂപത്തെക്കുറിച്ചും എനിക്ക് വിശദമായി പറഞ്ഞു തന്നാലും. അടുത്ത ചോദ്യമാണ് ഇനി അഞ്ചാമത്തെ. ലോകസ്യ മിഥ്യ അഭിമതേ അചക്ഷുഷ ചിരം പ്രസുപ്തസ്യ തമസി അനാശ്രയേ ശ്രാന്തസ്യ കർമ്മസു അനുവിദ്യയാ ധിയാ ത്വം ആവിരാസി കില യോഗഭാസ്കരഃ. ലോകസ്യ മിഥ്യ അഭിമതേ അചക്ഷുഷ ചിരം പ്രസുപ്തസ്യ തമസി അനാശ്രയേ ശ്രാന്തസ്യ കർമ്മസു അനുവിദ്യയാ ധിയാ ത്വം ആവിരാസി കില യോഗഭാസ്കരഃ. ലോകസ്യ, ഈ ലോകത്തിലെ ജനങ്ങൾ, മിഥ്യാ അഭിമതി, എന്തായിരിക്കും മിഥ്യാഹങ്കാരം? ഞാൻ എന്ന ശരീരബോധം അല്ലെ? ആ മിഥ്യാഹങ്കാരത്താൽ അചക്ഷുഷ കണ്ണില്ലാതെ, കാഴ്ച നഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ ശരിയായ യഥാർത്ഥ സത്യത്തെ അറിയാത്ത അകക്കണ്ണ്, ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട അന്ധനായി മാറിയിട്ട് ചിരം, ഒരുപാട് ദീർഘകാലം പ്രസുപ്തസ്യ മയങ്ങിക്കിടക്കുന്നു, തമസി അനാശ്രയെ ആരും ആശ്രയമില്ലാതെ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ, തമസി ആ അന്ധകാരത്തിൽ പെട്ടുകിടക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലെ ജനങ്ങൾ ഞാൻ ഈ ശരീരമാണ് എന്ന മിഥ്യാധാരണ വെച്ചിട്ട് യഥാർത്ഥ സത്യത്തെ അറിയാതെ, ഉൾക്കാഴ്ചയില്ലാതെ, സത്യത്തെ അറിയാത്ത അന്ധനായി തീർന്നിട്ട് ദീർഘകാലം ഈ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ ആരും ആശ്രയമില്ലാതെ അങ്ങനെ വീണ് കിടക്കുന്നു. അങ്ങനെ വീണ് കിടന്നിട്ട് കർമ്മസു അനുവിദ്യ, കർമ്മത്തോട് ബന്ധം വെച്ചിട്ട്, അതായത് ഞാൻ ഈ ശരീരമാണ് എന്ന് ചിന്തിക്കുന്നവനെ ചെയ്യുന്ന കർമ്മമൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്ന് തോന്നലുണ്ടാകും അല്ലേ? ഞാൻ ഈ ശരീരമാണെന്ന് വിചാരിക്കുന്നു. ഈ വിചാരിക്കുന്ന ആൾ ആരാണെന്ന് അറിയാലോ, ഈ തെറ്റിദ്ധരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, പുരുഷനാണ്, ആത്മാവാണ്, ഞാൻ ഈ ശരീരമാണ്, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. സത്യത്തിൽ ചലിക്കുന്നത് ആരാ? പ്രകൃതിയാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ ഞാനാണ് ഈ ശരീരം, ഞാൻ ഈ ശരീരമാണ്, ഞാനാണ് ചലിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പം ആ ധാരണയാണ് നമ്മുടെ ഉള്ളിൽ ഉറച്ചിരിക്കുന്നത്. നമ്മൾ എന്ന് പറയുന്ന ഞാൻ, ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ ധരിക്കുന്നത് ഞാൻ ഈ ശരീരമാണ്, ഞാനാണ് ആ പ്രവൃത്തിയൊക്കെ ചെയ്യണേന്ന്. അതാണ് ഈഗോയിലാണ് നമ്മൾ ഇരിക്കണേന്ന് പറയുന്നത്. ആ ധാരണയിൽ ഇരുന്നു കൊണ്ട് സകല കർമ്മത്തോടും മമത വയ്ക്കുന്നു. ഞാൻ ചെയ്യുന്നു, എൻ്റെ കഴിവ്, ആ കർമ്മം, എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ ചെയ്യുന്നു, എനിക്കിഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുന്നു എന്ന് നമ്മൾ പറയില്ലേ? അപ്പം ആ കർമ്മത്തിനോടുള്ള മമത, ആ ബന്ധത്താൽ ധിയ, അങ്ങനെ മൂടി കർമ്മത്തോടുള്ള അറ്റാച്ച്മെൻറ്റ്, ബന്ധപ്പെട്ട് മൂടിക്കിടക്കുന്ന ധിയ എന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് ശ്രാന്തസ്യ, ജീവിച്ച് അങ്ങ് തളർച്ച ബാധിക്കുന്നു എന്ന്. ശ്രാന്തസ്യ എന്ന് വെച്ചാൽ തളർന്നു പോകുന്നു. കുറേ കാലമൊക്കെ ചെയ്യും, അത് കഴിയുമ്പോൾ മനസ്സും ശരീരവും തളർന്നു പോകുന്നു. ഈ അഹത്തിൽ നിന്നുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ മനസ്സും ശരീരവും കുറേ കഴിയുമ്പോൾ തളർന്നു പോകും. എന്തുകൊണ്ടാണ് സൂര്യഭഗവാൻ യുഗങ്ങൾ തോറും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ശക്തി നൽകിക്കൊണ്ട് നിലനിൽക്കുന്നത്? ഭൂമി നിലനിൽക്കുന്നത്, അഗ്നി, വായു, ജലം ഒക്കെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്?
അതാണ് ആ പഞ്ചഭൂതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ക്ഷീണമില്ലാതെ, അവർക്ക് തളർച്ച വരാതെ അവർക്ക് കർമ്മം ചെയ്യാൻ സാധിക്കുന്നത് ആ പ്രകൃതിയുടെ പാദങ്ങളിൽ പ്രകൃതിക്ക് സമർപ്പിച്ചുകൊണ്ട്, ചലിക്കുന്ന ശക്തി പ്രകൃതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രകൃതിക്ക് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കർമ്മത്തിൽ ക്ഷീണം തളർച്ച സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ, കർമ്മം ചെയ്യുമ്പോൾ തളർച്ച സംഭവിക്കാനുള്ള കാരണം ഞാൻ എന്ന അഹങ്കാരമാകുന്ന ആ മിഥ്യാധാരണയിൽ നിന്നുകൊണ്ട് യഥാർത്ഥ സത്യത്തെ അറിയാതെ അന്ധനായിട്ട് ദീർഘകാലം ഈ ഒരു അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽപ്പെട്ട് കർമ്മമൊക്കെ ഞാനാണ് ചെയ്യുന്നതെന്ന ഭാവത്തിൽ നിന്ന് ചെയ്ത് ആ ബുദ്ധിയാൽ ജീവിച്ച് അങ്ങനെ തളർച്ച ബാധിച്ച് ക്ഷീണിച്ചു പോകുന്ന ലോകസ്യ ജനങ്ങൾക്ക് അവരുടെ ഇടയിലാണ് ഭഗവാനെ അങ്ങ് ആവിരാസി കില, തീർച്ചയായും അങ്ങ് ആവിർഭവിച്ചത്. എങ്ങനെ ആവിർഭവിച്ചത്? യോഗ ഭാസ്കരൻ സൂര്യൻ. അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽപ്പെട്ട് പുനർജന്മങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്ന മനുഷ്യർക്ക് അറിവിൻ്റെ പ്രകാശം, അത് എന്ത് പ്രകാശം, ഏതുപോലെയുള്ള പ്രകാശം? ഭാസ്കരൻ സൂര്യനെ പോലെ അറിവിൻ്റെ പ്രകാശത്തെ പകർന്നു നൽകാൻ ആ ജനങ്ങളുടെ ഇടയിൽ അങ്ങ് കപിലവാസുദേവനായി അവതരിച്ചുവല്ലോ ഭഗവാനെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം ആ ഞാനെന്ന വ്യക്തിബോധമാകുന്ന അഹങ്കാരത്തിൽ ഇരുന്നു കൊണ്ട് കർമ്മം ഞാനാണ് ചെയ്യുന്നതെന്ന ഭാവത്തോടെ കർമ്മം ചെയ്ത് കുറേ കാലം ഇങ്ങനെ ജീവിച്ച് അങ്ങനെ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക്, ജനിച്ചു മരിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്കാണ് ഈ അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ നിന്ന് അവരെ ഉയർത്താൻ സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് അറിവ് പകർന്നു നൽകാനായി അങ്ങ് കപിലവാസുദേവനായി അവതരിച്ചുവല്ലോ, ആവിർഭവിച്ചുവല്ലോ. അങ്ങനെയുള്ള അങ്ങ് ആ ഭക്തിയോഗ മാർഗത്തെക്കുറിച്ച്, അതുപോലെ ആ എങ്ങനെയാണ് ഈ ഒരു പൂർണ്ണ വിരക്തനായി മാറാനുള്ള ആ അറിവ് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ, അതുപോലെ അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ചും വിശദമായി പറഞ്ഞു തന്നാലും എന്നാണ് പറഞ്ഞത് കപില മഹർഷിയോട് ദേവഹൂതി ആവശ്യപ്പെട്ടത്. ഇനി ശ്ലോകം 6 ഇത് ആരുടെ സംഭാഷണമാണെന്ന് അറിയാലോ? മൈത്രേയ മഹർഷി വിദുരരുമായിട്ടുള്ള സംഭാഷണമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മൈത്രേയ മഹർഷി പറയാണ്, ഇതി മാതുഹു വജഹ ശ്ലക്ഷണം പ്രതി നന്ദ്യ മഹാമുനി ആബഭാഷേ കുരുശ്രേഷ്ഠ പ്രീതഃ താം കരുണാർദ്ദിതഃ. ഇതി ഇപ്രകാരം മാതുഹു വജ അമ്മയുടെ വാക്കുകൾ ശ്ലക്ഷണം മനോഹരമായ മൃദുവായ ആ വാക്കുകളെ കേട്ടിട്ട് പ്രതിനന്ദ്യ, അത് കപില മഹർഷിക്ക് അത്രയ്ക്കും സന്തോഷം നൽകിയെന്ന് അതിനെ സ്വീകരിച്ചു, സന്തോഷത്തോടെ അതിനെ സ്വീകരിച്ച് മഹാമുനി കപിലവാസുദേവൻ ആഭഭാഷേ മറുപടി പറഞ്ഞു എന്നു. കുരുശ്രേഷ്ഠ, അല്ലയോ കുരുശ്രേഷ്ഠ എന്ന് മൈത്രേയ മഹർഷി വിദുരരെ വിളിക്കുകയാണ്. പ്രീതഃ, സംപ്രീതനായിട്ട് താം, സ്വന്തം അമ്മയോട് കരുണാർദ്രമായ മനസ്സോടെ കപില മഹർഷി മറുപടി പറയാൻ തുടങ്ങുകയാണ്. അപ്പം ഇപ്രകാരം അമ്മ പറയുന്ന വാക്കുകൾ കേട്ട് ഒരു ഗുരുവിന് ഒരു ശിഷ്യൻ ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്, അറിവിനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ ചോദിച്ച ആ ചോദ്യങ്ങൾ കേട്ട് വളരെ സന്തോഷം തോന്നി. കപില മഹർഷി അമ്മയോടുള്ള കരുണാർദ്രമായ മനസ്സോടെ സംപ്രീതനായിക്കൊണ്ട് അതിനുള്ള മറുപടി കൊടുക്കാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ ഭക്തിയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്ലോകം 7. ഇവിടെ 2 വിധത്തിലുള്ള ഭക്തിയാണുള്ളത്, മനസ്സിലായില്ലേ? അപ്പം അതാണ് ഇവിടെ ആദ്യം പറയുന്നത്. ശ്രീ ഭഗവാൻ ഉവാച ഭക്തിയോഗോ ബഹുവിധഃ മാർഗൈഃ ഭാമിനി ഭാവ്യതേ സ്വഭാവ ഗുണമാർഗേണ പുംസാം ഭാവഃ വിഭിദ്യതേ. അതായത് ഭക്തിയോഗത്തിന് ബഹുവിധ മാർഗൈ, പല വിധത്തിലുള്ള മാർഗങ്ങളാണ് ഭാമിനി, അല്ലയോ മാതാവേ ഉള്ളത് എന്ന്. ഭാവ്യത എന്ന് വെച്ചാൽ ഉണ്ടാകുന്നത്. അതിന് കാരണം സ്വഭാവ ഗുണമാർഗേണ പുംസാം മനുഷ്യൻ്റെ സ്വഭാവം പല വിധത്തിലാണ്. ഈ പല വിധത്തിലുള്ള സ്വഭാവം ഉണ്ടാവാനുള്ള കാരണം എന്താ? ഗുണമാർഗേണ, പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ ഗുണങ്ങളുടെ വ്യതിയാനത്താൽ മനുഷ്യൻ്റെ സ്വഭാവം സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഏതു വേണമെങ്കിലും വരാം, അല്ലേ? ഇപ്പോൾ പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സ്വാധീനത്താൽ മനുഷ്യൻ്റെ സ്വഭാവം പല വിധത്തിലായതുകൊണ്ട് ഭാവഹ വിഭിദ്യതേ, വിഭിദ്യത എന്ന് വെച്ചാൽ അറിയാലോ, പലതായി ഭാവഹ മാറുന്നത് കൊണ്ട് ഭക്തിയോഗവും പലവിധ മാർഗങ്ങളാണ്. ഭക്തിയോഗം എന്ന് വെച്ചാൽ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ എന്നില്ല. ഈ ലോകത്ത് മനുഷ്യരുടെ സ്വഭാവം അത് സത്വരജ തമോ ഗുണങ്ങളോട് കലർന്നിട്ട് അതിൻ്റെ സ്വാധീനത്താൽ പലതാണ് സ്വഭാവം. അപ്പം മനുഷ്യൻ്റെ സ്വഭാവം പലതായതുകൊണ്ട് തന്നെ ഭക്തിയോഗത്തിനും പലവിധ മാർഗങ്ങളാണ്
ഉള്ളതായിട്ട് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് സഗുണഭക്തിയും നിർഗുണഭക്തിയും ആണ്. സഗുണഭക്തി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ? ഒരു വിഗ്രഹ രൂപത്തിൽ ഭഗവാനെ സങ്കല്പിച്ച് ആ വിഗ്രഹത്തിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് ഒരു ശരീര രൂപത്തോടു കൂടിയുള്ള ഭഗവാനിൽ ഏകാഗ്രപ്പെട്ടുകൊണ്ടുള്ള ഭക്തി, അതാണ് സഗുണഭക്തി എന്ന് പറയുന്നത്. എന്നാൽ ഗുണങ്ങളോട് ചേർന്നതിൽ നിന്നാണല്ലോ ശരീരം ഉണ്ടാകുന്നത്. ത്രിഗുണാത്മകമാണല്ലോ ശരീരം. അപ്പം സഗുണം എന്ന് വെച്ചാൽ ഗുണത്തോട് ചേർന്ന ഭക്തി. അപ്പം ത്രിഗുണാത്മകമായ ആ ശരീരത്തോട് ഉള്ള ഭക്തി, അതിൽ നിന്നും വളർന്നു വരുന്ന ഭക്തിയാണ് സഗുണഭക്തി എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നുള്ളത് എന്താ? നിർഗുണഭക്തി. നിർഗുണഭക്തി എന്ന് വെച്ചാൽ ഗുണങ്ങളിൽ നിന്നും പൂർണ്ണ മുക്തനായിരിക്കുന്ന ആത്മാവാണ്. സർവ്വതിലും ആ ആത്മാവിനെ കണ്ടുകൊണ്ട്, തന്നിലും സർവ്വതിലും ഇരിക്കുന്ന ആ ആത്മാവിനെ കണ്ടുകൊണ്ടുള്ള ഭക്തി. അപ്പം അത് നിർഗുണ, രൂപല്യ, അതാണ് നിർഗുണ ഭക്തി എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് വിധത്തിലുള്ള ഭക്തിയെക്കുറിച്ചാണ് പ്രധാനമായും ഇവിടെ പറയുന്നത്. അപ്പം ആദ്യം പറയുന്നത് ഭക്തി തന്നെ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് പലതായിട്ട്, സ്വഭാവം വ്യത്യാസമായതുകൊണ്ട് ഭക്തി യോഗത്തിന് പലവിധ മാർഗങ്ങളാണെന്ന് പറഞ്ഞു. അതിൽ സഗുണഭക്തി ശരീരരൂപത്തിൽ, ഒരു വിഗ്രഹ രൂപത്തിൽ, ശരീരരൂപത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട്, ഇപ്പം നമുക്ക് ശിവരൂപം, വിഷ്ണു, ബ്രഹ്മാവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയുമ്പോൾ ആ രൂപം നമ്മുടെ മനസ്സിൽ വരും. അതാണ് സഗുണഭക്തി എന്ന് പറയുന്നത്, ആ രൂപത്തോട് കണ്ടുകൊണ്ടുള്ള ഭക്തി. ആ ഭക്തി തന്നെ 3 എണ്ണം ഉണ്ടെന്ന്. സഗുണഭക്തി തന്നെ 3ആയി തിരിച്ചിരിക്കുന്നു. എന്തായിരിക്കും? സാത്വിക ഭക്തി, രാജസിക ഭക്തി, താമസിക ഭക്തി. അങ്ങനെ 3 എണ്ണം ഉണ്ട്. സഗുണ ഭക്തി തന്നെ 3 എണ്ണം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ ശ്ലോകം 8 താമസ ഭക്തി. എന്താണ് താമസികമായ ഭക്തി എന്ന് പറയുന്നത്? അപ്പം ആദ്യം താമസ ഭക്തിയാണ് കേട്ടോ പറയുന്നത്. അഭിസംധായ യഹ ഹിംസാം ദമ്പം മാത്സര്യം ഏവവ സംരംഭി ഭിന്ന ദൃഗ്ഭാവം മയി കുര്യാത് സഹ താമസഃ. ആരാണ് അവൻ താമസഃ എന്ന് വെച്ചാൽ താമസഭക്തനാണ്. അപ്പം നമുക്കിവിടെ അതിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ എൻ്റെ ഭക്തി അങ്ങനെയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടി അത് സഹായിക്കും. ഒരു താമസഭക്തൻ, രാജസഭക്തൻ, സാത്വിക ഭക്തൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ നമുക്ക് സ്വയം വിലയിരുത്താൻ പറ്റും എൻ്റെ ഭക്തി അങ്ങനെയാണോ എന്ന് കേട്ടോ. അതാണ് അഭിസന്ധായ യഹ ഹിംസാം ദമ്പം മാത്സര്യം ഏവവ സംരംഭി ഭിന്നദൃഗ്ഭാവം മയി കുര്യാത് സഹ താമസഃ. എന്തൊക്കെയാണെന്ന് പറയുന്നത്? യഹ ആരാണോ ഹിംസാം അക്രമം, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ഒരു സന്തോഷമായിട്ട് ഉള്ളിൽ, അഭിസംധായ എന്ന് വെച്ചാൽ ഉള്ളിൽ അങ്ങനെ ഒരു സ്വഭാവം കൊണ്ട് വെച്ചിട്ട്, അതായത് മറ്റുള്ളവനെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും അക്രമം ചെയ്തിട്ടാണെങ്കിലും സ്വന്തം കാര്യം നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ വെച്ച് അക്രമ സ്വഭാവം, ദമ്പം അഹങ്കാരം, ഞാനെന്ന ഭാവം, മാത്സര്യം അവനെ വെട്ടിയിട്ടിട്ടാണെങ്കിലും എനിക്ക് ജയിക്കണമെന്ന മത്സര ബുദ്ധി, ഇത് മാത്രമല്ല സംരംഭി കോപം, വെറുപ്പ്, ദേഷ്യം, ഇങ്ങനെ അതാണ് സംരംഭി. ഇങ്ങനെയുള്ള വികാരങ്ങളെ അഭിസംധായ ഉള്ളിൽ വെച്ചിട്ട്, ഉള്ളിൽ അതൊക്കെ ഉണ്ട് കേട്ടോ, പുറമേക്ക് കാണിക്കുന്നില്ല, ഉള്ളിൽ അതൊക്കെ വെച്ചിട്ട് ഭിന്നദൃക് ഭാവം, ഭിന്നദൃക് ഭേദചിന്തയോടെ ഞാൻ ഇന്ന ആള് ഭഗവാനത്, ആ വിഗ്രഹത്തിലിരിക്കുന്ന, ക്ഷേത്രത്തിലെ വിഗ്രഹത്തിലിരിക്കുന്നത് ഭഗവാൻ, ഞാൻ നമ്മുടെ പേര് വെച്ച് നമ്മൾ പറയണം ഞാൻ ഈ ആളാണ്, ഭഗവാൻ അതാണ്. അപ്പം രണ്ടും രണ്ടായില്ലേ, ഞാൻ വേറെ ഭഗവാൻ വേറെ എന്ന ഭേദചിന്തയോടെ ഭാവം, അങ്ങനെയുള്ള ഒരു തരം ഭാവം നടിക്കലേന്ന് മയി എന്നിലുള്ള ഭക്തിഭാവത്തെ, ഭക്തി ഉണ്ട് എന്നുള്ള ഭാവിച്ചിട്ട്, അതാണ് ഭാവം എന്ന് പറയുന്നത്. അങ്ങനെ ഭാവിച്ചിട്ട് കുര്യാത്ത് പ്രാർത്ഥനയും നാമവും ഒക്കെ ചെയ്യുന്നതിനെ, അമ്പലത്തിൽ പോവുക, വിഗ്രഹ പൂജയും ഓരോരോ വഴിപാടുകളൊക്കെ നടത്തി ചെയ്യുന്നതിനെ, അതാണ് കുര്യാത്ത് ചെയ്യുന്നതിനെ സഹ താമസഃ, സഹ അവൻ താമസഃ എന്ന് വെച്ചാൽ താമസഭക്തനാണ് എന്ന്. അപ്പം ഭക്തൻ താമസഭക്തനാവുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞ് ഭഗവാന്റെ ഇത് സഗുണ ഭക്തിനെയാണ് പറയുന്നത് കേട്ടോ. സഗുണ ഭക്തി തന്നെ 3 വിധം. അപ്പം ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഇരുന്ന് ഭക്തിഭാവം നടിക്കുകയാണ്, ഭക്തി ഉണ്ടെന്ന് ഭാവിച്ചിട്ട് ഉള്ളിൽ വേറൊരാളെ കൊന്നിട്ടാണെങ്കിലും ദ്രോഹിച്ചിട്ടാണെങ്കിലും അവൻ്റെ ഇന്ന് നേടിയെടുക്കണം മത്സരബുദ്ധി, ഞാൻ എന്ന അഹങ്കാരം, കോപം, വെറുപ്പ്, ഈ വക കാര്യങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് ഇവയൊക്കെ നേടിയെടുക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈശ്വരശക്തിയെ, ആ ഊർജ്ജത്തെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടില്ലേ? അവനെ ശത്രുവിനെ നശിപ്പിക്കാൻ
കൊല്ലാൻ, കടക്കണിയിൽ അകപ്പെടാൻ, നാശം സംഭവിക്കാൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഓരോ പൂജകളും ഓരോ ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള അപ്പോൾ അക്രമം, അഹങ്കാരം, കോപം, വെറുപ്പ്, വികാരം, മത്സരബുദ്ധി ഇവയൊക്കെ ഉള്ളിൽ വെച്ച് ഭഗവാന്റെ രൂപത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ മുന്നിലിരുന്ന് പൂജാദിയൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഭക്തിയെ ഉപയോഗിച്ച് ഭക്തി എന്ന് നടിക്കുക. അത് ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നു, ഭാവിക്കുക. അങ്ങനെ ഭാവിച്ച് ചെയ്യുന്ന എന്നിൽ ഭക്തി കാണിക്കുന്നവനെ സഹ അവൻ താമസ ഭക്തൻ, തമോ ഗുണിയായ ഭക്തൻ എന്നാണ് പറയപ്പെടുന്നത്. ഇനി ശ്ലോകം 9. ഇപ്പം സഗുണ ഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അത് ഭേദചിന്തയാണ് അല്ലേ? ആ വിഗ്രഹത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്, ഇത് ഞാനാണ്, ഇപ്പം ഞാൻ വേറെ ഈശ്വരൻ വേറെ. അതാണ് സഗുണഭക്തി. നമ്മളൊരു വിഗ്രഹത്തിൽ ഒരു ശരീര രൂപത്തിൽ ഈശ്വരനെ സങ്കല്പിക്കുമ്പോൾ അത് സഗുണഭക്തിയാണ്. ഇപ്പം കൃഷ്ണൻ്റെ ഭക്തരാണെങ്കിൽ കൃഷ്ണൻ്റെ ശരീര രൂപത്തിൽ ഭഗവാനെ സങ്കല്പിക്കുമ്പോൾ അത് സഗുണഭക്തിയാണ്. കാരണം ഭഗവാൻ ആ ശരീര രൂപമാണെന്ന് വിചാരിക്കുന്നു. അതാണ് സഗുണഭക്തി. ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവനാണെന്നുള്ളത് നിർഗുണഭക്തിയാണ്. എല്ലാത്തിലും ഈശ്വരനെ കാണുന്നത് നിർഗുണം. സഗുണം എന്ന് പറഞ്ഞാൽ ശരീര രൂപത്തിൽ ഭഗവാനെ കാണുക. അതാണ് സഗുണഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ സഗുണഭക്തിയിൽ ഭഗവാന്റെ ഏതെങ്കിലും ഒരു ഇഷ്ടമൂർത്തിയെ മറ്റുള്ളവരെ ദ്രോഹം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപാസിക്കുന്നതിനെയാണ് താമസഭക്തൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാജസ ഭക്തൻ ആരായിരിക്കും? മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ചെയ്യണ്ട, പക്ഷേ അങ്ങനത്തെ ദ്രോഹബുദ്ധിയൊന്നുമില്ല, ദുഷ്ടമനസ്സില്ല. പക്ഷെ അവനവൻ്റെ മനസ്സിൽ രജോഗുണി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, മനസ്സ് മുഴുവൻ ആഗ്രഹങ്ങളായിരിക്കും. എനിക്കത് നേടണം, ഇത് നേടണം, പഠിക്കണം, വലിയ ജോലി കിട്ടണം, വീട് വെക്കണം, ബാങ്ക് ബാലൻസ് ചെയ്യണം. അതായത് അവനവന് ഒരുപാട് ഭൗതിക വിഷയങ്ങളോട് ആസക്തിയും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാവും. അത് നേടിയെടുക്കാൻ വേണ്ടി, അല്ലാതെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യണമെന്ന് ദുഷ്ടമനസ്സില്ല. പക്ഷെ സ്വന്തം ആഗ്രഹങ്ങൾക്ക് അറുതിയില്ല. അപ്പോൾ ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരില്ലേ, പൂജിക്കുക, ആരാധിക്കുക, അതാണ് രാജസഭക്തൻ എന്ന് പറയുന്നത്. അതാണ് വിഷയാൻ അഭിസന്ധായ യഹ ഐശ്വര്യമേവ അർച്ച ആദൗ അർച്ചയേത് യോ മാം പ്രദഗ്ഭാവ സഹ രാജസഃ. വിഷയാൻ അഭിസന്ധായ, വിഷയാൻ ഈ ഭൗതിക വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്ന ഈ ഭൗതികമായി കാണുന്നതിനോടൊക്കെയുള്ള ആഗ്രഹം, അതിനെയൊക്കെ സ്വന്തമാക്കണമെന്ന് അഭിസന്ധായ എന്ന് വെച്ചാൽ ലക്ഷ്യം വെച്ചിട്ട്, അതോടൊപ്പം യശസ്, നല്ല പേരുള്ളവനാവണം, പേര് കേൾക്കണം, ഐശ്വര്യം, നല്ല ഐശ്വര്യം, സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവണം എന്നാഗ്രഹിച്ചിട്ട് അർച്ച ആദൗ എന്ന് വെച്ചാൽ ഭഗവാന്റെ വിഗ്രഹത്തെ, ഇഷ്ടമൂർത്തിയിലുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ട മൂർത്തിയെ, ആ വിഗ്രഹത്തെ അർച്ചിക്കാം. നിരവധി പൂജാതി ദ്രവ്യങ്ങൾ വെച്ച് അർച്ചയേത് ആരാധിക്കുന്നത് യഹ ആരാണോ അവൻ മാം പൃഥക് ഭാവ എന്ന് വെച്ചാൽ അവനും എന്നോടുള്ളത് പൃഥക് ഭാവമാണ്. എന്ന് വെച്ചാൽ വേറെ വേറെ ഭാവം, ഞാൻ വേറെ ഭഗവാൻ വേറെ. അപ്പം എൻ്റെ ഈ ജന്മത്തിലെ ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള്, ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഞാൻ ആ ഭഗവാനെ പൂജിച്ച് ആരാധിച്ച് ഭഗവാൻ അനുഗ്രഹിച്ചാൽ എനിക്കതൊക്കെ സാധ്യമാവും. അപ്പോൾ അവിടെ ഏകഭാവം ഇല്ല, ഭേദഭാവമാണ്. ഞാൻ വേറെ, ഈശ്വരൻ വേറെ, എന്നെ അനുഗ്രഹിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ എന്ന ചിന്തയാണ്. അതാണ് മാം പൃഥക് ഭാവ, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന ഭാവമാണെങ്കിൽ പോലും സ്വന്തമായിട്ട് യശസ് വർദ്ധിക്കാൻ, സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ, ഈ ഭൗതിക ലോകത്ത് കാണുന്ന ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ വേണ്ടി വിഗ്രഹരൂപത്തിൽ എൻ്റെ ഇഷ്ടമൂർത്തിയെ വെച്ച് പൂജാദ്രവ്യങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്ന ഭക്തൻ സഹ രാജസഃ, അവൻ രാജസ ഭക്തൻ എന്ന് വിളിക്കുന്നു. അപ്പം അവിടെയും ഒന്ന് ഭേദഭാവം. ഇനി പറയുന്നത് സാത്വിക ഭക്തൻ ആരാണെന്ന്. അപ്പം അതും സഗുണമായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം സാത്വിക ഭക്തനിലും ഭേദചിന്ത ഉണ്ട് എന്നുള്ളത്. ശ്ലോകം 10. കർമ്മ നിർഹാരം ഉദ്ദിശ്യ പരസ്മിൻ വാ തദർപ്പണം യജേത് യഷ്ടവ്യം ഇതി വാ പൃഥക് ഭാവഃ സഹ സാത്വികഃ. അപ്പോൾ കർമ്മനിർഹാരം, കർമ്മത്തിൻ്റെ ഫലത്തിൽ നിന്നൊക്കെ പൂർണ്ണമായി മുക്തമായിട്ട് ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്ത്, ഉദ്ദിശ്യാന്ന് വെച്ചാൽ അത് ഉദ്ദേശിച്ചിട്ട്, അതായത് കർമ്മഫലത്തിൽ നിന്നും പുറത്ത് കടക്കണം, കർമ്മഫലം അനുഭവിക്കപ്പെടാൻ കർമ്മത്തെ ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്ന ഭാവവും, അതുപോലെ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ട് ഇന്നതൊക്കെ കിട്ടണം, ഇന്നത് ചെയ്യുമ്പോൾ എനിക്ക് ഇന്നത് കിട്ടണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാവില്ലേ, കർമ്മഫലത്തോടുള്ള ആഗ്രഹവും, ഇത് രണ്ടിൽ നിന്നും മുക്തമായ
കർമ്മഫലമില്ല എന്നാണ് പറയുക. അപ്പോൾ കർമ്മ നിർഹാരം ഉദ്ദേശിച്ച കർമ്മഫലത്തിൽ നിന്ന് പുറത്ത് കിടക്കണം. അതിന് കർമ്മം ഞാനാണ് ചെയ്യുന്നത് എന്ന ഭാവമില്ലാതെ നിഷ്കാമമായിട്ട് ഒന്നും ആഗ്രഹിക്കാതെ നമ്മളിൽ നിയതമായ പ്രവൃത്തി എന്താണോ അത് ചെയ്യാം. അങ്ങനെ കർമ്മം ചെയ്തിട്ട് പരസ്മിൻ ആ ഭഗവാനിൽ വാ തദർപ്പണം സകല കർമ്മത്തെയും ആ ഭഗവാനിൽ അർപ്പണം തത് അർപ്പണ ഭഗവാനിൽ സമർപ്പിച്ച് യജേത് യഷ്ടവ്യം ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഈ ഈശ്വരനെ ആരാധിക്കേണ്ടത് അത്യാവശ്യമാണ്. യജേത് യജിക്കുക, യജ്ഞം നടത്തുക, പൂജിക്കുക. ഈശ്വരാരാധന എന്നുള്ളത് തീർച്ചയായും യഷ്ടവ്യം തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭഗവാന്റെ വിഗ്രഹരൂപത്തെ ശരീരരൂപത്തെ ആരാധിക്കുന്നതും വാ പൃഥഗ്ഭാവ അവിടെയും പൃഥഗ്ഭാവമാണ്. സഹ അവൻ സാത്വിക സാത്വിക ഭക്തൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തിനാണ് സാത്വിക ഭക്തൻ എന്ന് വിളിക്കുന്നത്? മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടിയല്ല ഈശ്വരാരാധന ചെയ്യുന്നത്. ഈ ഭൗതികമായ ലോകത്തെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഈശ്വരാരാധന ചെയ്യുന്നത്. അവിടെ പക്ഷെ ഒരു ആഗ്രഹമുണ്ട്. അതെന്താണ്? ഈ കർമ്മഫലങ്ങളിൽ നിന്നൊക്കെ മുക്തമായിട്ട് പുനർജന്മ കണക്കുകളിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് തോൾ സഞ്ചിയെ കർമ്മഫലമാകുന്ന തോൾ സഞ്ചിയെ വറ്റിച്ച് ഇല്ലാതാക്കണം എന്ന മോക്ഷം, എന്നിട്ട് മോക്ഷം നേടണമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് കർമ്മങ്ങളെ മുഴുവനും ആ ഭഗവാന്റെ പാദങ്ങളിൽ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് സകല കർമ്മവും ഈശ്വരാർപ്പണമായിട്ട് ചെയ്ത് കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിച്ച് അതോടൊപ്പം ഒരു മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ഈശ്വരാരാധന നിർബന്ധമായും ഒരു സാധനയായിട്ട് ജീവിതത്തിനൊരു ചിട്ട വേണ്ടേ? നമുക്കൊരു നിത്യജീവിതത്തിൽ സാധനയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നാമജപം 2 നേരം വിളക്ക് വയ്ക്കുക, നാമം ജപിക്കുക, ശുദ്ധിയും വൃത്തിയും ശരീരം സംരക്ഷിക്കുക, സൂര്യ നമസ്കാരം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക, മെഡിറ്റേഷൻ കുറച്ച് സമയം ധ്യാനം ചെയ്യുക, ഇങ്ങനെയുള്ള സാധനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ സാധന മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ ഈശ്വര ആരാധനയും ഈ സാധനയും നിശ്ചയമായും ചെയ്തിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി സാധനയിലൂടെ ജീവിതം അങ്ങനെയുള്ള സാധനയിലൂടെ ഈശ്വരാരാധനയിലൂടെ ജീവിതം നയിച്ച് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ആ ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്ത് ഉദ്ദേശം എന്താ? ഈ ജനിമൃതികളിൽ നിന്നൊക്കെ കർമ്മഫലങ്ങളിൽ നിന്നൊക്കെ മുക്തമായി മോക്ഷം നേടണമെന്ന ഉദ്ദേശത്തോടു കൂടി അപ്പോഴും അവിടെ ഭഗവാനെ സഗുണരൂപത്തിൽ ആരാധിക്കുന്നത് ദ്വൈതഭാവമാണ്. ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന ഭാവത്തോടെ പുറമേക്ക് നോക്കി. സഗുണഭക്തി എന്ന് പറയുമ്പോൾ പുറമേക്കാണ് നോക്കുന്നത്, നമ്മുടെ ഉള്ളിലേക്കല്ല. പുറമേ ഇരിക്കുന്ന ഒരു ഈശ്വര രൂപത്തിൽ ശരീരരൂപത്തിൽ വിഗ്രഹത്തിൽ ഈശ്വരനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ആഗ്രഹം എന്താ? ഇതിൽ നിന്നൊക്കെ മുക്തി നേടണം എന്ന ആഗ്രഹം. അതിനായിട്ട് നടത്തുന്ന അവിടെയും ഉണ്ട് ഈ ഭേദചിന്ത. അങ്ങനെയുള്ള ഭക്തൻ അവൻ സാത്വിക ഭക്തൻ എന്ന് വിളിക്കുന്നു. അപ്പൊ സഗുണ ഉപാസന, സഗുണ ഭക്തി, ശരീരരൂപത്തിലുള്ള ഈശ്വര ഭക്തി എന്ന് പറഞ്ഞാൽ 3 വിധമാണ്. താമസഭക്തൻ, രാജസഭക്തൻ, സാത്വിക ഭക്തൻ. ഈശ്വരനെ മുൻനിർത്തി ആരാധിച്ച് മറ്റുള്ളവർക്ക് ദ്രോഹവും ദുരിതവും വിതയ്ക്കാൻ വേണ്ടി ഈശ്വരാരാധന നടത്തുമ്പോൾ അത് താമസഭക്തൻ. സ്വന്തം ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ലക്ഷ്യങ്ങൾക്കും യശസ്സിനും സുഖ സൗകര്യങ്ങൾക്കുമായിട്ട് ഈശ്വരാരാധന നടത്തുന്നവൻ രാജസഭക്തൻ. എന്നാൽ ഇത് രണ്ടുമല്ല എങ്കിൽ പോലും മുക്തി പോലും ആഗ്രഹിച്ച് കർമ്മഫലങ്ങളിൽ നിന്നും ജനിമൃതികളിൽ നിന്നൊക്കെ മുക്തി ആഗ്രഹിച്ച് ഈശ്വരാരാധന നടത്തുന്നത് സാത്വിക ഭക്തൻ. പക്ഷെ ഇതിൻ്റെ 3ൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 3ഉം സഗുണഭക്തിയാണ്. ശരീരരൂപത്തിലുള്ള ഈശ്വരനെ ഒരു ശരീരരൂപത്തിൽ കണ്ടുകൊണ്ട് ആരാധിക്കുമ്പോൾ അവിടെ ഭേദഭാവമാണ്, ദ്വൈതമായ ഭക്തിയാണ്. ഞാൻ വേറെ ഈശ്വരൻ വേറെ പലതായി കണ്ടുകൊണ്ടുള്ള ഭക്തി. ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന് കാണുന്നവനെ ഈ ലോകത്തോട്ട് നോക്കുമ്പോൾ മനുഷ്യർ വേറെ, മൃഗങ്ങൾ വേറെ, സസ്യങ്ങൾ വേറെ, പക്ഷികൾ വേറെ, മത്സ്യങ്ങൾ വേറെ, എല്ലാം വേറെ ആയിട്ടേ തോന്നുള്ളൂ, വെവ്വേറെ ആയിട്ടേ എല്ലാം തോന്നുള്ളൂ. കാരണം അവൻ ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന് കാണുന്നവനാണ്. എന്നാൽ നിർഗുണഭക്തിയിൽ എന്താ? ശരീരത്തെയല്ല, അതിനകത്തിരിക്കുന്ന പുരുഷനെയാണ് കാണുന്നത്, ആത്മാവിനെ. അപ്പോൾ എല്ലാത്തിലും ഇരിക്കുന്നത് ഒരാത്മാവാണ്. എല്ലാത്തിൻ്റെ ശരീരവും ചലിപ്പിക്കുന്നത് ഒരു പ്രകൃതി ശക്തിയാണ്. എല്ലാത്തിൻ്റെയും ശരീരം ഉണ്ടായിരിക്കുന്നത് ഒരേ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെയാ വ്യത്യാസം. അവിടെ
പലത് എന്ന വെവ്വേറെ എന്ന ചിന്തയില്ല, ഒരേ ഒരു ചിന്തയുള്ളൂ. അതാണ് നിർഗുണ ഭക്തി. അതിനെക്കുറിച്ചാണ് ഈ ശ്ലോകം 11-ലും 12-ലും പറയുന്നത്. അപ്പം ഇവിടെ നിർഗുണ ഭക്തിയെക്കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. മറ്റിടത്ത് സഗുണ ഭക്തിയിലാണ് സാത്വികം, രാജസം, താമസം എന്ന് വരുന്നത്. ഇനി നിർഗുണ ഭക്തി 11-ഉം 12-ഉം ശ്ലോകം ഒരുമിച്ച്. മദ്ഗുണ ശ്രുതി മാത്രേണ മയി സർവഗുഹാശയേ മനോഗതി അവിച്ഛിന്ന യഥാ ഗംഗാ അംബസ അംബുദൗ ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹി ഉദാഹൃതം അഹൈതുക്യ വ്യവഹിത യാ ഭക്തി പുരുഷോത്തമേ. മദ്ഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശയേ മനോഗതി അവിച്ഛിന്ന യഥാ ഗംഗാ അംബസഃ അംബുദൗ ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹി ഉദാഹൃതം അഹൈതുക്യ വ്യവഹിതം യാ ഭക്തി പുരുഷോത്തമേ. അതായത് നിർഗുണ ഭക്തിയെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. മദ്ഗുണ ശ്രുതി മാത്രേണ, മദ്ഗുണം എൻ്റെ ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ച്, ഗുണകഥകളെക്കുറിച്ച് ശ്രുതി മാത്രേണ ഇങ്ങനെ നിരന്തരം കേട്ട്, ഭാഗവതമൊക്കെ ഇങ്ങനെ നിരന്തരം കേട്ട് ഭഗവാന്റെ ഗുണകഥകളെയും മഹാത്മ്യത്തെയും കുറിച്ച് കേട്ടിരുന്ന് മയി എന്നിൽ സർവഗുഹാശയെ സർവചരാചരങ്ങളുടെയും മനുഷ്യരുടെയും ഹൃദയത്തിൽ, ഗുഹാശയെ ഹൃദയത്തിൽ വസിക്കുന്നവനായ എന്നിൽ ആ ഭഗവാനിലുള്ള മനോഗതി, ഭഗവാനിലേക്ക് ഉള്ള മനസ്സിൻ്റെ ഗതി എന്ന് പറയുന്നത് അവിച്ഛിന്ന, ചിഹ്നം അതായത് തടസ്സം കൂടാതെയുള്ള ഒരു ഗതിയായിരിക്കും. മനസ്സിൻ്റെ ആ ഒഴുക്ക്, മനസ്സാകുന്ന നദിയുടെ ഗതി എന്ന് പറഞ്ഞാൽ ആ ഒഴുക്ക് അവിച്ഛിന്ന എന്ന് വെച്ചാൽ ഒരു തടസ്സവുമില്ലാതെ, യഥാ ഏതുപോലെ ഗംഗാ അംബസ ഗംഗാ നദിയിലെ ജലം അംബുദൗ എങ്ങനെയാണോ സമുദ്രത്തിലേക്ക് ഒഴുകുന്നത്, ആരെങ്കിലും വഴിയിട്ട് കൊടുത്തിട്ടാണോ? വേറെ വല്ലയിടത്തും പോയി നിൽക്കണുണ്ടോ? ഇല്ല. ഗംഗാനദിയിലെ ജലം എപ്രകാരമാണോ സമുദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്, അതുപോലെ ഈ ഭക്തൻ്റെ എല്ലാവരുടെയും ഹൃദയഗുഹയിൽ വസിക്കുന്ന എൻ്റെ മാഹാത്മ്യം നിറഞ്ഞ ഗുണകഥകൾ ഇങ്ങനെ നിത്യവും, ഭാഗവതം ഇങ്ങനെ നിത്യവും കേട്ട് 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 ആ ഭക്തൻ്റെ മനസ്സാകുന്ന ഗംഗാനദി എപ്രകാരമാണോ സമുദ്രത്തിലേക്ക് ലയിക്കുന്നത്, അതുപോലെ ഒരു തടസ്സവും കൂടാതെ അഹൈതുക്യ എന്ന് വെച്ചാൽ ഒരു ഒന്നിനോടും മറ്റൊന്നിനോടും ആഗ്രഹമില്ലാതെ, മറ്റൊന്നും വേണം, മറ്റൊന്നിനോടും ഒരു ഭൗതികമായ ജീവിതത്തോടും ഇനി ഭൂമിയിൽ നിന്ന് പോയി ഉന്നത ലോകങ്ങളിൽ പോയി വസിക്കണമെന്നും ഒന്നും ഒരു ആഗ്രഹവുമില്ലാതെ, വ്യവഹിത ഭേദചിന്ത, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന ഭേദചിന്തയും ഇല്ലാതെയുള്ള യഹഭക്തി, ആ മനസ്സിൻ്റെ ഒഴുക്കുണ്ടല്ലോ, ആ മനസ്സ് ഇങ്ങനെയുണ്ടാകുന്ന ഒഴുക്ക്, ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ഒഴുക്കോടുകൂടി ആ ഭക്തി പുരുഷോത്തമനായ ഭഗവാനിലേക്കുള്ള ആ ഭക്തിയാണ് ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ, നിർഗുണ ഭക്തിയോഗത്തിൻ്റെ ലക്ഷണമായിട്ട് പ്രകടമാകുന്നത്. ഉദാഹൃതം എന്ന് വെച്ചാൽ പ്രകടമാകുന്നത്. അപ്പോൾ എന്താണ് നിർഗുണ ഭക്തി എന്ന് വെച്ചാൽ നിത്യവും ഇങ്ങനെ ഭഗവത് മഹാത്മ്യത്തിൻ്റെ കഥകൾ, നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ ഭഗവാന്റെ അവതാര കഥകൾ കേൾക്കുന്നതോടൊപ്പം ഭഗവാന്റെ ആ നിർഗുണ സ്വരൂപത്തെക്കുറിച്ചും പഠിക്കുകയാണ് അല്ലേ. ഭാഗവതം എന്ന് പറയുമ്പോൾ പുറമേ നിൽക്കുന്ന ഒരാൾക്ക് ഭഗവാന്റെ 10 അവതാര കഥകൾ അത്രേ അറിയുള്ളൂ. പക്ഷെ ഭാഗവതത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത് സഗുണം മാത്രമായിട്ടല്ല പറയുന്നത്, സഗുണം ശരീരത്തോടു കൂടിയ ഭഗവാൻ അവതരിച്ച കഥകൾ മാത്രമല്ല, ഭാഗവതം എന്ന് വെച്ചാൽ നിർഗുണമായ കഥ, നിർഗുണ ചൈതന്യത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചും ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തെക്കുറിച്ചും നമുക്ക് തുറന്നു തരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭഗവാന്റെ മഹാത്മ്യം നിറഞ്ഞ ഗുണകഥകളെ നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ്റെ മനസ്സാകുന്ന നദി എപ്രകാരമാണോ ഗംഗാജലം ഒരു തടസ്സവും കൂടാതെ സമുദ്രത്തിലേക്ക് ലയിച്ചു ചേരുന്നത്, അതുപോലെ ഞാൻ വേറെ ഈശ്വരൻ വേറെ ഈ ഭൗതിക ലോകത്തിനെ പലതായി കാണാതെ ഭേദചിന്തയില്ലാതെ മറ്റൊരു കാര്യത്തിനോട് ഈശ്വരനല്ലാതെ ഞാൻ തന്നെയാകുന്ന ആത്മാവ് തന്നെയാകുന്ന ഞാൻ തന്നെയാകുന്ന ഈശ്വരനല്ലാതെ മറ്റൊന്നിനോടും ആഗ്രഹമില്ലാതെ ആ മനസ്സാകുന്ന നദിയിൽ ഉണ്ടാകുന്ന പുരുഷോത്തമനായ ഭഗവാനോടുണ്ടാകുന്ന ഭക്തിയാണ് നിർഗുണ ഭക്തിയുടെ ലക്ഷണമായിട്ട് പ്രകടമാകുന്നത്. അപ്പം അവിടെ ഭേദചിന്തയില്ല. ഒരു ലക്ഷണം ഇതൊക്കെ വെവ്വേറെ എന്നുള്ള ഭേദചിന്തയില്ല. ഈശ്വരൻ ആത്മാവാകുന്ന ഈശ്വരനെ അനുഭവിച്ചറിയുക എന്നതിലുപരി ഒന്നിനോടും ആസക്തിയില്ല.
ആഗ്രഹം വരുമ്പോഴാണ് നഷ്ടപ്പെടുമ്പോഴോ കിട്ടിയില്ലെങ്കിലോ ദുഃഖം തോന്നുന്നത്. അപ്പോൾ ഒന്നിനോടും മമതയില്ല, ആഗ്രഹമില്ല, ഭേദചിന്തയുമില്ല. ഇവരൊക്കെ വേറെ, ഞാൻ വേറെ എന്നിങ്ങനെയുള്ള ഭേദചിന്തയും ഇല്ലാത്ത ഭക്തി. അതാണ്. അപ്പോൾ അവിടെ യാതൊരു തടസ്സവുമില്ലാതെ ആ ഭക്തിയെയാണ്, മനസ്സിൻ്റെ ആ ഒഴുക്കുണ്ടല്ലോ, ആ ഭക്തിയാണ് നിർഗുണ ഭക്തി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിലുള്ള ഈ സഗുണ ഭക്തി തുടക്കത്തിലാണെങ്കിൽ അത് എത്തിച്ചേരുന്നത് എവിടെയായിരിക്കും? നിർഗുണ ഭക്തിയിലാണ്. സഗുണ ഭക്തിയിലൂടെയാണ് എല്ലാവരും തുടങ്ങുന്നത്. ആ ഒരു ശരീര രൂപത്തിലുള്ള ഭഗവാനെ കണ്ട് 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 മനസ്സിങ്ങനെ ആ രൂപത്തിൽ ഏകാഗ്രപ്പെട്ട് സഗുണ ഭക്തിയിലൂടെ തുടങ്ങി. പക്ഷേ ഇത് അവസാനം വന്ന് എത്തുന്നത് എവിടെയായിരിക്കും? നിർഗുണ ഭക്തിയിലായിരിക്കും. മനസ്സിലായ? ആ പരമാത്മ തത്വത്തെ എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഭേദചിന്ത ഇല്ലാണ്ടാവുമ്പോൾ തന്നെ, അതായത് എല്ലാ സർവചരാചരങ്ങളുടെയും ശരീരത്തിൽ ഒരേ ഒരു ആത്മാവ്, ഒരേ ഒരു സത്ത, എല്ലാ ശരീരങ്ങളെയും ചലിപ്പിക്കുന്നത് ഒരേ പ്രകൃതി, എല്ലാ ശരീരങ്ങളും ഉണ്ടായത് ഒരേ മായയുടെ സത്വരജ തമോ ഗുണങ്ങളിൽ നിന്നുണ്ടായ പഞ്ചഭൂതങ്ങൾ. അപ്പോൾ ഇവിടെ ഭേദഭാവം എവിടെയാ എന്ന തത്വത്തെ മനസ്സിലാക്കി നമ്മൾ ഈ ലോകത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കും. നമുക്ക് എല്ലാത്തിലും എന്നിലും അതിലും ഒക്കെ ഇരിക്കുന്ന ആ ഈശ്വരാംശമാകുന്ന പുരുഷനെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു നിർഗുണ ഭക്തിയിലേക്ക്, ഭേദഭാവമില്ലാത്തൊരു ഭക്തിയിലേക്കാണ്, സഗുണ ഭക്തിയിലൂടെയാണെങ്കിലും എല്ലാവരും എത്തിച്ചേരുന്നത് നിർഗുണത്തിലാണ്. അപ്പം നിർഗുണ ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം എന്നർത്ഥം. ശ്ലോകം 13. അങ്ങനെ എത്തിയ നിർഗുണ ഭക്തിയുള്ള ഒരു ഭക്തൻ്റെ മനസ്സ് എങ്ങനെയാണെന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. സാലോക്യ സാർഷ്ടി സാമീപ്യ സാരൂപ്യ ഏകത്വം അഭി ഉദ ദീയമാനം ന ഗൃഹണന്തി വിനാ മത് സേവനം ജനഹ. സാലോക്യം എന്ന് വെച്ചാൽ എന്താ? ഭഗവാന്റെ ലോകം ഉണ്ടല്ലോ, വൈകുണ്ഠ ലോകത്തെ പ്രാപിക്കുക. അപ്പോൾ വൈകുണ്ഠത്തിലേക്ക് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ വൈകുണ്ഠ ലോകം പ്രാപിക്കുന്നു. സാർഷ്ടി എന്ന് വെച്ചാൽ ഭഗവാന് തുല്യമായ എല്ലാ ഐശ്വര്യങ്ങളും. ഇപ്പോൾ വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവി വൈകുണ്ഠത്തിലാണ് വസിക്കുന്നത്. ലക്ഷ്മി ദേവി എവിടെയുണ്ടോ അവിടെ സർവ്വ ഐശ്വര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ വൈകുണ്ഠത്തിൽ ഉള്ള അതുപോലെ എല്ലാ ഭഗവാൻ അനുഭവിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങളെയും അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഭക്തൻ ആ അവസ്ഥയിലേക്ക് എത്തുന്നു. സാമീപ്യം, സദാ ഭഗവാന്റെ സാമീപ്യം തൻ്റെ കൂടെ വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഭക്തൻ ആ സാമീപ്യത്തെ നേടുന്നു. അപ്പോൾ സാമീപ്യം എന്ന് വെച്ചാൽ കണ്ണടച്ച ഭഗവാന്റെ രൂപം ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ്, ദർശനം കൊടുക്കുകയാണ്. അങ്ങനെ സദാ ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കുക. ഇനി സാരൂപ്യം എന്ന് വെച്ചാൽ ഭഗവാന്റെ അതേ ശരീര രൂപത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ ഭഗവാൻ 4 തൃക്കൈകളോടുകൂടി മഞ്ഞപ്പട്ടുടയാട ചാർത്തി ഉള്ള ഭഗവാന്റെ ആ ശരീര രൂപം ഉണ്ടല്ലോ, അതേ സാരൂപ്യം പ്രാപിക്കാം. വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ഭക്തന്മാരായ പാർഷദന്മാരൊക്കെ സാരൂപ്യപ്രാപ്തി നേടിയവരാ. അവരെ കണ്ടാൽ മഹാവിഷ്ണുവിന് തുല്യം തന്നെ, ശരീരം അതുപോലെയാണ്, അതേ ശരീരഘടന. അപ്പോൾ ഭഗവാന്റെ ലോകമായ വൈകുണ്ഠപ്രാപ്തി, ഭഗവാൻ അനുഭവിക്കുന്ന ഐശ്വര്യം ആഗ്രഹിക്കുന്ന അത്, ഭഗവാന്റെ സാമീപ്യം സദാ വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത്, ഭഗവാന്റെ ശരീരരൂപം അതുപോലെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത്, ഇങ്ങനെയുള്ള ഏകത്വം അഭി ഉദദീയമാനം, ഇപ്രകാരമുള്ള ഏകത്വം ഭഗവാന് തുല്യമായ അവസ്ഥ എന്തൊക്കെയാണോ അതൊക്കെ അവർ ആ ഭക്തന് ഞാൻ ദീയമാനം കൊടുത്താലും, അത് കൊടുത്താലും ന ഗൃഹണന്തി, അവനതൊന്നും ആവശ്യമില്ല എന്നാണ്. എന്നിട്ട് എന്താ? മത് സേവനം ജന, ആ നിർഗുണ ഭക്തന് മത് സേവനം എന്ന് വെച്ചാൽ ഭഗവാനെ സേവിക്കുക എന്നാൽ വിഗ്രഹാരാധന നടത്തുക എന്നല്ല ആ വാക്കിൻ്റെ ഇവിടത്തെ അർത്ഥം. ശരീരമാകുന്ന ഭൗതിക വസ്തുവിൽ സ്ഥിതി ചെയ്യുന്ന പരമപുരുഷനാകുന്ന ഈശ്വരൻ ആത്മാവ്, ആ ആത്മാവിനെ അനുഭവിച്ചറിയുന്നതിൽ മാത്രം മനസ്സ് ആഗ്രഹിച്ച് മറ്റൊന്നിനോടും അവൻ ആഗ്രഹമില്ലാണ്. അപ്പം സാരൂപ്യം കൊടുത്താലും, സായുജ്യം കൊടുത്താലും, സാലോക്യം കൊടുത്താലും, സാഷ്ടി കൊടുത്താലും, സാമീപ്യം കൊടുത്താലും, എന്ത് ഞാൻ അനുഗ്രഹമായി കൊടുത്താലും നിർഗുണ ഭക്തന് വൈകുണ്ഠപ്രാപ്തിയും വേണ്ട, ഐശ്വര്യവും വേണ്ട, ദർശനവും വേണ്ട, മുക്തിയും വേണ്ട, ഒന്നും വേണ്ട. അവനാകെ കൂടി ഒന്നും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ്റെ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന ഞാനാകുന്ന ആത്മാവിനെ, ഭഗവാനും ഞാനും ഒന്നാണെന്ന് അറിയുന്ന ഒന്നാക്കുന്ന ആ തലമുണ്ടല്ലോ, ആ ആത്മാവിനെ അനുഭവിച്ചറിയാം. അതല്ലാത്തതായിട്ട് അവന് ഒന്നും തന്നെ ആവശ്യമില്ല. അതിനെ അനുഭവിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ചോട്ടെ. ഈ ശരീരത്തിൽ ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആത്മാവാണ് ഈശ്വരൻ, ആത്മാവാണ് ഞാൻ.
അപ്പം ഈശ്വരനും ഞാനും ഒന്നാണ്, അത് ആത്മാവാണ്. ആ ആത്മാവിനെ പ്രകൃതിയിൽ നിന്നും വേറിട്ട് അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന അവസ്ഥ, അതിലിരിക്കാൻ കഴിയുക, അത് മാത്രമേ അവന് നിർഗുണ ഭക്തന് ആവശ്യമുള്ളൂ. അല്ലാതെ ഉന്നത ലോകങ്ങളിലൊന്നും എത്തണമെന്നോ അങ്ങനെയുള്ള മുക്തിയൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. ശ്ലോകം 14. സ ഏവ ഭക്തിയോഗാഖ്യ ആത്യന്തിക ഉദാഹൃതഃ യേന അതിവ്രജ്യ ത്രിഗുണം മദ്ഭാവയ ഉപപദ്യതേ. സഹ ഏവ, ഇതാണ് ഭക്തിയോഗാഖ്യ, ഭക്തിയോഗം എന്ന് പറയുന്നതിൻ്റെ ആത്യന്തിക ഉദാഹൃതഃ, ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഭക്തിയോഗത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ആത്മാവാകുന്ന ഈശ്വരനാകുന്ന അവനവനെ തന്നെ, ഞാനാകുന്ന ഈശ്വരനെ അനുഭവിച്ചറിയുക എന്നതാണ് ഭക്തി. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്, ഭക്തിയോഗത്തിന് എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. യേന, ഈ ഭക്തിയോഗത്താൽ അതിവ്രജ്യ ത്രിഗുണം സത്വരജ തമോ ഗുണങ്ങളുടെ മായാബന്ധനത്തെ അതിവ്രജ്യ മറികടന്നിട്ട് മദ്ഭാവായ ഉപപദ്യതേ. മദ്ഭാവായ, അതായത് എൻ്റെ അത്യുന്നതമായ ആ ഒരു തലത്തിലേക്ക് ഉപപദ്യത ഒരുവൻ എത്തിച്ചേരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഭക്തിയോഗത്തിലൂടെ അങ്ങോട്ട് എത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഭക്തി സഗുണ ഉപാസനയിലൂടെ തുടങ്ങി, അത് 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പഠനമാണ്. അത് കഴിയാണ്ട് നമുക്ക് 10-ഉം +1 +2 എടുക്കാൻ പറ്റില്ലല്ലോ. അതിൽ കൂടെ കയറി, അതാണ് ഒരിക്കലും സഗുണ ഭക്തിയിൽ നിന്നു പോകരുത്. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിന്നു പോകരുത് എന്ന് പറഞ്ഞാൽ 1-ലും 2-ലും 3-ലൊക്കെ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പോലെയാണ്. അപ്പം സഗുണ ഭക്തിയോട് നിന്നും ആരംഭിച്ച് നിർഗുണ ഭക്തിയിലെത്തി, നിർഗുണ ഭക്തിയുടെ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇതാണ് ഭക്തിയോഗത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇങ്ങനെയുള്ള ഭക്തിയോഗത്താൽ ഈ ത്രിഗുണാത്മകമായ മായയുടെ ബന്ധനത്തിനെയൊക്കെ മറികടന്നിട്ട് ആ പരമപുരുഷൻ്റെ ആത്യന്തികമായ ആ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ മായയാണ് ഇത് എന്ന് തിരിച്ചറിയുമ്പോൾ മായയിൽ നിന്ന് മുക്തി നേടുകയും ആ പ്രകൃതി തന്നെ അവനെ ആത്മാവിലേക്ക്, പുരുഷനിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ തുടങ്ങിയത് ഭക്തിയിലൂടെയായിരുന്നു. ഇനി എങ്ങനെയാണ് ഈ നിർഗുണ ഭക്തിയെ പതുക്കെ നമ്മൾ ആ നിർഗുണ ഭക്തിയിലേക്ക് എങ്ങനെ എത്തിച്ചേരുക? അപ്പോൾ സഗുണ ഭക്തിയിലൂടെ തുടങ്ങിയിട്ട് എങ്ങനെയാണ് വിഗ്രഹാരാധനയിലൂടെ പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ചുള്ള പൂജ, നാമജപം, പ്രാർത്ഥന, അതിലൂടെ തുടങ്ങി അത് എങ്ങനെയാണ് നിർഗുണ ഭക്തിയിലേക്ക് എത്തിക്കാം, അതിനുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നമുക്കൊരു ശ്ലോകം കൂടി 15 നോക്കിയിട്ട് നമുക്ക് ഇന്ന് നിർത്താം. നിഷേവിതേന അനിമിത്തേന സ്വധർമ്മേണ മഹീയസ ക്രിയായോഗ്യേന ശസ്തേന ന അതിഹിംസ്രേണ നിശ്യതഃ. നിഷേവിതേന, നിർവഹിക്കുക. നിഷേവിതേന എന്ന് വെച്ചാൽ ആത്മാർത്ഥതയോടെ നിർവഹിക്കുക. എന്ത്? അനിമിത്തേന, ഫലത്തോട് യാതൊരുവിധ ആഗ്രഹവുമില്ലാതെ, സ്വധർമ്മേണ, തന്നിൽ നിയതമായ കർമ്മങ്ങളെ ഫലത്തോട് യാതൊരുവിധ ആഗ്രഹവുമില്ലാതെ ആത്മാർത്ഥമായി നിർവഹിച്ച്, മഹീയസ, മഹത്വമുള്ളതും, ശസ്തേന, മംഗളകരവുമായ, ക്രിയായോഗേന, സാത്വികമായ രീതിയിലുള്ള വിഗ്രഹാരാധന. അപ്പം നിർഗുണ ഭക്തിയിൽ എത്താനുള്ള വഴിയാണ് കേട്ടോ പറയുന്നത്, അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴി. അപ്പോൾ മഹത്വമേറിയതും ശ്രേഷ്ഠമായതും മംഗളകരവുമായ സാത്വികമായ ഭക്തി ഉണ്ടല്ലോ, ആ സാത്വികമായ രീതിയിൽ ശരീരരൂപത്തിൽ ഭഗവാന്റെ ഒരു വിഗ്രഹത്തെ ആരാധിച്ച്, അതാണ് ക്രിയായോഗേന, ആ വിഗ്രഹത്തെ പൂജിച്ച് ആരാധിച്ച്, അതിഹിംസ്രേണ, അതിര് വിട്ട ഹിംസാത്മകമായ ഭക്തിപരമായ കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക. എന്ന് വെച്ചാൽ എന്താ? കേട്ട മാതിരി നമുക്കറിയാം, ഈ ബലി കൊടുക്കുന്ന ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിര് വിട്ട മറ്റുള്ളവയെ ഉപദ്രവിച്ചുകൊണ്ട്, ദ്രോഹിച്ചുകൊണ്ട്, ഹിംസകളില്ലാത്ത, അതിരുവിട്ട ഹിംസകളൊന്നുമില്ലാത്ത രീതിയിൽ നിത്യശഃ, അങ്ങനെയുള്ള ഭക്തി പതിവായി ചെയ്യുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നിർഗുണ ഭക്തിയിലേക്ക് എത്തിച്ചേരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഏറ്റവും മഹാശ്രേഷ്ഠമായതും മംഗളകരവുമായ സാത്വികമായ രീതിയിലുള്ള വിഗ്രഹാരാധനയാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടെ ഇങ്ങനെ അതിരുവിട്ട ബലി കൊടുക്കൽ, അങ്ങനെ ഹിംസാത്മകമായ രീതിയിലുള്ള പൂജാകർമ്മങ്ങളൊന്നും ചെയ്യാതെ വളരെ സാത്വികമായ, ഒന്നിനെയും ദ്രോഹിക്കാതെയുള്ള വളരെ സാത്വികമായ രീതിയിലുള്ള പൂജാതി കർമ്മങ്ങൾ
അതോടൊപ്പം തന്നെ തന്നിൽ നിയതമായിരിക്കുന്ന കർമ്മങ്ങളെ, നമ്മൾ ആരായിട്ടാണോ ജനിച്ചത് അപ്പോൾ എനിക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണോ അതിനെയൊക്കെ ഫലേച്ഛയില്ലാതെ നിഷ്കാമമായിട്ട് എന്നാൽ ആത്മാർത്ഥതയോടും ആ കർമ്മങ്ങൾ പതിവായി ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന്. നിർഗുണഭക്തിയിലേക്ക് എത്താൻ സഗുണഭക്തി ഉപേക്ഷിക്കണം എന്നല്ല പറഞ്ഞത്, സഗുണഭക്തിയോട് തന്നെ അത് സാത്വികമായ രീതിയിൽ, അക്രമാസക്തമല്ലാത്ത, ഹിംസയില്ലാത്ത രീതിയിൽ, സാത്വികമായ രീതിയിൽ ചെയ്യുക. ഒപ്പം നമ്മളിലെ ഒരു ലൗകികനായി ജീവിക്കുമ്പോൾ, ഗൃഹസ്ഥാശ്രമി ആയിരിക്കുമ്പോഴുള്ള നിയതമായ കർമ്മങ്ങളെ നിഷ്കാമമായി കൊണ്ട് ആത്മാർത്ഥമായി നിർവഹിച്ച് ജീവിക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഇനി ഇതിൻ്റെ അടുത്ത ശ്ലോകത്തിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് നിർഗുണ ഭക്തിയിലേക്ക് എത്തിച്ചേരുക എന്നാണ് അവിടെ പറയുന്നത്. ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം. മനസ്സിലായി? കഴിഞ്ഞപ്പോഴാണ് അമ്മ വന്നത്.